കുഞ്ഞിത്തത്തയിലെ സ്നേഹം നിറഞ്ഞ കുഞ്ഞു കൂട്ടുകാരെ, നമ്മൾ മോശമല്ലാത്തൊരു കാലയളവ് ഇടവേള വന്നു പരസ്പരം കണ്ടുമുട്ടുന്നതിന്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ഇടവേള വേണ്ട, നമുക്കത് മാറ്റിവെക്കണം. നമുക്ക് കഴിയുന്നിടത്തോളം ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്താനും കണ്ടുമുട്ടാനും ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിൻ്റ്, നമ്മൾ നിത്യവും നമ്മളറിയാതെ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളിലാണ്. നമുക്ക് ലോകത്തിന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ, ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ഇതിൽ വെച്ച് ഏറ്റവും മികവാർന്ന കമ്പ്യൂട്ടർ, അത് നമ്മുടെ തലച്ചോറാണ്. ഇനി കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ CPU ആണ്. നമുക്കറിയാം, ആ CPU അത്യപൂർവമായ ശേഷിയുള്ളതാണ്, അപൂർവമായ ശേഷി. പക്ഷെ നമ്മൾ അത് വേണ്ടത്ര അളവിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ സംശയിക്കണം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മുടെ ഈ ചില സുഹൃത്തുക്കളോ നമ്മുടെ അയൽവക്കത്തുള്ളവരോ കുടുംബത്തുള്ളവരോ ആരുടെയെങ്കിലും ഈ കൈക്കോ കാലിനോ ഒരു പരിക്കോ ഒടിവോ ഒക്കെ ഒന്ന് പറ്റിയാൽ, ഒരു അപകടത്തിലൊക്കെ പറ്റിയാൽ, ആ ഒരു പ്ലാസ്റ്റർ ഇട്ട് 3, 4, 5 മാസം കഴിഞ്ഞ് അത് എടുത്തു കഴിഞ്ഞ് വരുമ്പോഴത്തെ സ്ഥിതി എന്താ? ആ കൈ ശോഷിച്ചിരിക്കും. കാരണം ആ കൈ ഉപയോഗിച്ചില്ല. അപ്പം നമ്മൾ എന്തും ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് സ്ട്രെങ്ത് കൂടുന്നത്. നമ്മൾ യോഗ പരിശീലിക്കുന്നവർ, എക്സർസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നവർ, അവരുടെ മസിൽ പവർ വളരെ വലുതായിരിക്കും. നമ്മളിത് അനങ്ങാതെ ചുമ്മാതെ വെച്ചുകൊണ്ടിരുന്നാലോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറും. ആ തലച്ചോറ് പ്രവർത്തിക്കണം, അത് പ്രവർത്തിക്കാൻ കഴിയണം. ആ പ്രവൃത്തിയെല്ലാം വരെ നമുക്ക് എവിടെ നിന്നറിയാം? അതിൻ്റെ എല്ലാം ബേസ് എന്തുവാ? ചിന്തയാണ്. നമുക്ക് നല്ല ചിന്ത വേണം, നല്ലപോലെ നമ്മൾ ചിന്തിക്കണം. നല്ല ചിന്തയിൽ നിന്നാണ് നല്ല പ്രവൃത്തിയൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ മുമ്പൊരിക്കലൊരു വീഡിയോയിൽ നമ്മൾ ആശയവിനിമയം നമ്മൾ നടത്തിയതാണ്. അപ്പം നമുക്ക് അപ്രകാരം നമുക്ക് ചിന്തിക്കാൻ കഴിയണം. നമ്മുടെ ചിന്തയാണ് പ്രധാനം. പക്ഷേ ആ ചിന്തയുടെ പ്രത്യേകത എന്താ? ആ ചിന്തയ്ക്ക് ഏകാഗ്രതയുണ്ടാവണം. അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം. അപ്പം ഏകമായിരിക്കണം. അവിടെ മാത്രം, ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ കിട്ടുന്നത് അത്ഭുതങ്ങളാണ്, അത്ഭുത സിദ്ധിയാണ് അതിൽ നിന്നുണ്ടാവുന്നത്. ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ നമുക്ക് പണ്ട് നമുക്ക് ഒത്തിരി സന്യാസിമാരുണ്ടായിരുന്നു. ഇച്ചിരൂടെ കടന്നു പറഞ്ഞാൽ മഹർഷിമാരുണ്ടായിരുന്നു. ചുമ്മാ കാഷായ വേഷമൊക്കെ ധരിച്ചളക്കുന്ന സന്യാസിമാരല്ല, മനസ്സുകൊണ്ട് തന്നെ, അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവർ സന്യാസിമാരാണ്, മഹർഷിമാരാണ്, ഋഷിമാരാണ്. ആ മഹർഷിമാർ അവരുടെ സമൂഹത്തിന് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചു. എത്രയോ മഹർഷിമാർ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ഗവേഷണത്തിൽ, റിസർച്ചിൽ അവർ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് വൈജ്ഞാനിക രംഗത്ത്, അറിവിൻ്റെ രംഗത്ത് നമുക്ക് വലിയ മഹത്വം ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അവർ കണ്ടുപിടിച്ചതിൻ്റെ ബഹുഭൂരിപക്ഷമൊന്നും നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലില്ല. എല്ലാം വിദേശികളൊക്കെ വന്നു കൊണ്ടുപോവുകയും ഒക്കെ എത്രയോ വിദേശികളാണ് നമ്മുടെ ഇവിടെ വന്ന് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് പോയെന്നറിയാമോ? വിദേശികളൊക്കെ വരണമെങ്കിൽ എന്താ? ഒരു കള്ളൻ ഒരിടത്ത് വരണമെങ്കിൽ എന്താ അർത്ഥം? കള്ളം വരുന്നെങ്കിൽ അവിടെ മുതൽ കാണും, ഇല്ലെങ്കിൽ വരത്തില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് ചൂഷണം ചെയ്തുകൊണ്ട് പോകാനുള്ള സാധനം ഉണ്ടെന്നുള്ളത് കൊണ്ട് ആ വിദേശികളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആ വിദേശികളൊക്കെ ഇവിടെ വന്നു, അവരൊക്കെ ഇവിടുത്തെ നമ്മുടെ വൈജ്ഞാനിക സമ്പത്തെല്ലാം കൊണ്ടുപോയി. എന്നിട്ടും മിച്ചം കിടക്കുന്ന സാധനം അത് അത്യപാരമാണ്. അവർ ഇത്രയും റിസർച്ച് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞത്, ഇത്രയും ഗവേഷണം ചെയ്യാൻ, വരും തലമുറയ്ക്ക് വേണ്ടി അവർ വൈജ്ഞാനിക സമ്പത്ത് ശേഖരിച്ചു വെച്ച് താളിയോല ഗ്രന്ഥങ്ങളിൽ നമുക്ക് തരാനിടവെന്ന് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാണ് ഇടവന്നത്? അവർ ഏകാഗ്രചിത്തര, ഒന്നിൽ ചിന്തിച്ചാൽ അതിൽ തന്നെ ചിന്തിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ പൂച്ചയില്ലേ? ആ പൂച്ച ഒരിര പിടിക്കാൻ ഇരിക്കുവാന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ഒരു എലിയെ കണ്ടു, അല്ലെങ്കിൽ പുൽച്ചാടിയെ കണ്ടു, ആ പുല്ലിനകത്തുനിന്ന് അവനിങ്ങനെ പമ്മയോടെ കേന്ദ്രീകരിച്ച് അവിടെ മാത്രം ശ്രദ്ധിച്ച് നിന്ന് അങ്ങോട്ട് ഒറ്റപ്പിടിയായിരിക്കും. ആ ഇരയെ കൊണ്ട് പോരും. നമ്മളിതിൽ പൊന്മാൻ എന്ന് പറഞ്ഞ പക്ഷി, അതുപോലെ കൊക്ക് ഒക്കെ പക്ഷികളൊക്കെ ഇല്ലേ,
മുണ്ടി എന്നൊക്കെ പറയുന്ന കൊക്ക് പാടത്തൊക്കെ ഇങ്ങനെ തപസിരിക്കുന്ന പോലെ ചുമ്മാ ഒറ്റ കാലിലോ രണ്ട് കാലിലോ ഒക്കെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നോക്കി അങ്ങോട്ട് നിന്ന് അതിനൊരു ഇര കിട്ടാൻ നിൽക്കുക. ഒരു മീൻ ഇങ്ങോട്ട് വരുന്ന പരുവത്തിൽ വന്ന് കിട്ടുമ്പോൾ നിങ്ങൾ ഒറ്റ കൊത്തൊറ്റ പിടി. അങ്ങനല്ലേ പിടിക്കുന്നത്? നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കുന്ന പരന്തിരെ കണ്ടിട്ടില്ലേ? എത്ര ഉയരങ്ങളിൽ പറഞ്ഞാലും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാണ് ഇത് കണ്ടെത്തി ഈ ഇരയെ പിടിച്ച് റാഞ്ചിക്കൊണ്ടങ്ങ് പോവുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോൾ, നിങ്ങളൊക്കെ കാണുക ജിയോഗ്രഫിക്കൽ ചാനൽ, ഡിസ്കവറി ചാനലൊക്കെ കാണുന്നവരാണല്ലോ. കാണുമ്പോൾ അറിയത്തില്ലേ, സിംഹമായാലും പുലിയായാലും കടുവയായാലും ഒക്കെ അവർ മാനിനെയോ മറ്റ് മൃഗങ്ങളെയോ ഒക്കെ വേട്ടയാടാൻ അവർ ശ്രമിക്കുമ്പം അവരെങ്ങനെയാണ് ശ്രമിക്കുന്നത്? ഒരു 1000 പോത്തുകൾ അല്ലെങ്കിൽ 1000 മാനുകൾ ഒന്നിച്ചു പോകാതിരിക്കട്ടെ, അവരിങ്ങനെ ഓട്ടമായിരിക്കും. ആ ഓടുമ്പം ഈ ഇര പിടിക്കാൻ വരുന്ന മുമ്പ് പറഞ്ഞ സിംഹമായാലും കടുവയായാലും പുലിയായാലും ആ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഒരെണ്ണത്തിനെ ലക്ഷ്യമിട്ട് ഇങ്ങനെ നിൽക്കും. അത് ചെന്ന് അതിനെ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഏകാഗ്രം നമ്മുടെ മനസ്സിനെ ഒരു വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചാൽ അതിൽ നിന്ന് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴോ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കണം. പണ്ടിലെ അമ്മൂമ്മമാരുടെ കാര്യം പറഞ്ഞിട്ടില്ലയോ? അമ്മൂമ്മമാർ ഈ നാമം ജപിക്കാൻ വന്നിരിക്കുക വൈകിട്ട്. നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചോദിക്കുന്നത്, എടി കൊച്ചേ കോഴിക്കോട് അടച്ചോടി. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നാമജപം എല്ലാം കഴിഞ്ഞേച്ച് അതിനിടയ്ക്ക് വന്നിട്ട് ചോദിക്കും, അയ്യോ പശു കിടാവിനെ കെട്ടിയായിരുന്നോ? ഇത് ചോദിച്ചേച്ച് പിന്നെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? അവർ കൃത്യമായും ഈ നാമജപത്തിലല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താലും ശരി അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അവിടെ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കണം. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പം രാവിലെ ഒരു വൈകുന്നേരം വരെ പഠിക്കേണ്ട കാര്യമുണ്ടോ? രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് അങ്ങനെ പഠിക്കേണ്ട കാര്യമുണ്ടോ? പഠിക്കുന്ന സമയം ആ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. നമ്മൾ ടി വി കാണുക, ടി വി പ്രോഗ്രാം കാണുമ്പോൾ ടി വി പ്രോഗ്രാമിലേക്ക് മാത്രം നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായും ആ കാണുന്നതിന് നമുക്ക് ആസ്വദിക്കാനും മനസ്സിലാക്കാനും നമുക്ക് പറ്റും. അതുപോലെ ഒപ്പിയെടുക്കാൻ പറ്റും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഓർമ്മയിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക്, നമ്മുടെ സെറിബ്രത്തിലേക്ക് അതിനെ നമുക്ക് ആവാഹിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ടത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കും. അതേസമയം പലപ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഇത് തന്നെയാണ് വേണ്ടത്. ആഹാരം കഴിക്കുകയും ഈ ടി വി പ്രോഗ്രാം കാണുകയും അമ്മയോ അച്ഛനോ വരുന്നുണ്ടോ വഴക്ക് പറയുന്നുണ്ടോ അറിയുകയും ഈ റിമോട്ടിൽ ഇങ്ങനെ ഞെക്കി കളിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ജോലികൾ, ഒരേ സമയത്ത് വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യുമ്പം നമ്മുടെ മനസ്സ്, നമ്മുടെ സിദ്ധി അത് പലതിലേക്ക് വികേന്ദ്രീകരിച്ചു പോകും. യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് ലഭിക്കാവുന്ന, നമ്മളിൽ നിന്നുണ്ടാക്കാൻ നമുക്ക് കഴിയാവുന്ന ഏറ്റവും വലിയൊരു സിദ്ധി അത് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യം, ക്ലാസ്സിലിരിക്കും, നമ്മൾ ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരേലും ആ ക്ലാസ്സിൻ്റെ അതിലോട്ടൊന്ന് പോവുകയാണെങ്കിൽ മുഴുവൻ പേരും അങ്ങോട്ടായിരിക്കും നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ സ്ഥിതി ഒന്ന് ആലോചിച്ച്, പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച്. വലിയ കാര്യത്തെ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലിരിക്കുന്ന സാധനം, അല്ലെങ്കിൽ അദ്ദേഹം സിലബസിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് ഹൃദിസ്ഥമാക്കിയൊരു സാധനം, അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു ശബ്ദം കേട്ടു, നമ്മൾ അങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഏകാഗ്രചിത്തരല്ല. ചിത്തം മനസ്സ്, ഏകാഗ്രചിത്തരല്ല. നമ്മൾ ഏകാഗ്രമായിരിക്കണം. നമ്മളൊന്ന് ആലോചിച്ചേ, ഈ ഓരോ ഒളിമ്പിക്സും മത്സരങ്ങളും ഒക്കെ നടക്കുമ്പം ആരാ വിൻ ചെയ്യുന്നത്? അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച്, അത് ഷൂട്ട് ചെയ്യുന്ന ആളായാൽ, അമ്പ ചെയ്യുന്ന ആളായാൽ, ഓടുന്ന ആളായാൽ, കളിക്കുന്ന ആളായാൽ, ലാവലിൻ ത്രോ ഉപയോഗിക്കുന്ന ആളായാൽ, ഏത് ചെയ്യുന്ന ആളായാലും ശരി അവിടെ കേന്ദ്രീകരിക്കണം. തീർച്ചയായും നമുക്കറിയാം, നല്ല സംഗീതജ്ഞന്മാർ അവർ സാധകം ചെയ്യുന്ന എപ്രകാരമാണ്? വേറൊന്നും അവർക്ക് ഒരുപക്ഷെ ശ്രദ്ധ അവർക്കുണ്ടാവില്ല. നൃത്തം ചെയ്യുന്നവർ ആ നൃത്തത്തിലായിരിക്കും അവർ നിൽക്കുക. നമ്മൾ ഈ ടി വി ഐഡിയ സ്റ്റാർ സിംഗറും അതുപോലുള്ള മറ്റ് സമാന പ്രോഗ്രാമും ഒക്കെ കാണുമ്പം കൊച്ചു കുഞ്ഞുങ്ങൾ വന്ന് സ്റ്റേജിൽ കയറുമ്പം യഥാർത്ഥത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിൽ അവരുടെ പ്രോഗ്രാംസ് അവതരിപ്പിക്കും. അവരെ ഈ വരുന്ന ഓഡിയൻസിനെ അല്ല ശ്രദ്ധിക്കുന്നത്, അവരുടെ മനസ്സിൽ അവരുടെ ആ കലാപ്രകടനത്തിലാണ്. ആ പ്രകടനം എപ്രകാരം വേണം എന്ന കാര്യത്തിൽ മാത്രമാണ് അവർ കേന്ദ്രീകരിക്കുക. അങ്ങനെയുള്ളവരാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞിത്തത്തയുടെ കൂട്ടുകാർ മുഴുവൻ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നു മുതൽ
നമ്മൾ എന്ത് ചെയ്താലും അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കി കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് നമ്മളൊന്ന് ചിട്ടപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു ശൈലി ഇന്നു മുതൽ ആരംഭിക്കണം എന്നൊരു നിർദ്ദേശം മാത്രം വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്.